Hello guys, welcome to my YouTube channel. Guys, ഞാനിവിടെ പറയാൻ പോകുന്നത് ജസ്റ്റ് ഒരു വ്ലോഗ് പോലെ. എന്ത് പറയും ഒന്നും അറിയില്ല. ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് എങ്ങനെ എന്ത് പറയുന്ന അറിയില്ല ഗൈസ്. ഓക്കെ, ബി കോൺഫിഡൻറ്റ്. ദെൻ ഞാനിവിടെ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മൈ ഹെയറിനെ കുറിച്ചാണ്. ഓക്കെ, എനിക്ക് പാരമ്പര്യമായി കിട്ടിയാണ് ഈ ഹെയർ, അതായത് ഹെയറും അതുപോലെ തന്നെ ഹൈറ്റും. ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സെയിം സംഭവം നിങ്ങൾക്ക് റിപ്പീറ്റ് അടിച്ചാണ് പറയുന്നത്. എന്ത് ചെയ്യാനാ, ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. നിങ്ങളും അത് മനസ്സിലാക്കണം ഗൈസ്. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യാൻ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അതായത് എൻ്റെ ഹെയർ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, ഇഷ്ടമില്ല എന്ന് പറയുന്നില്ല. പണ്ടൊന്നും ഇഷ്ടമില്ലായിരുന്നു. സ്ട്രൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഹെയർ ആയിരുന്നു എൻ്റെത്. ബട്ട് ഇപ്പോൾ ഈ ഒരു 3 വർഷമായിട്ട് 4 വർഷമായി തോന്നുന്നു, ആ ടൈമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി. അതിൻ്റെ കേളി ഹെയർ എന്ന് പറയുമ്പോൾ വീഡിയോസ് കാണാൻ തുടങ്ങി. പല കേളി ഹെയർസിൻ്റെ വീഡിയോസ് കാണുന്നത്. കാരണം ഒന്നാമത് ഇഷ്ടമില്ലാത്ത കാരണം വെച്ചാൽ ചില ആൾക്ക് സ്ട്രൈറ്റ് ചെയ്യുന്നത്, കേളി ഹെയറിൽ ആൾക്കാർ സ്ട്രൈറ്റ് ചെയ്യുന്നു, അവരുടേതായ ബുദ്ധിമുട്ട്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് കേളി ഹെയർ ഡെയിലി എന്താ പറയുക, അത് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം സ്ട്രൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ചില വീഡിയോസ് ഞാൻ കണ്ടു. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കേളി ഹെയർ റുട്ടീനായിട്ട് തന്നെ ഒരു ചില വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, കേളി ഹെയർ എന്തുകൊണ്ടും സ്ട്രൈറ്റ് ഹെയറിനേക്കാളും നല്ലതല്ലേ? അങ്ങനെയല്ലേ, സ്ട്രൈറ്റ് ചെയ്യുന്ന ഹെയറിനേക്കാട്ടും നല്ലതാണ് കേളി ഹെയർ എന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഒരു ഈ കാണുന്ന ഹെയർ അല്ല ഗൈസ്, ഒരു ഫ്രിസി ഹെയറാണ്. കേളി ആണ്, ബട്ട് ഒരു ഫ്രിസി ആയിട്ടുണ്ട്. അതായത് ഒരു ചകിരിനാര് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു മുടിയാണ്. അപ്പം അത് ഇത്ര വണ്ണത്തോളം നിൽക്കും. പിന്നെ കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടായിരുന്നു. ലെങ്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഡെങ്കി വന്നു, മുടി കൊഴിഞ്ഞു പോയി, കട്ടിപ്പോയി, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നു. പിന്നെ നമ്മുടെ താരം പോലെ തന്നെ ചെറിയൊരു സാധനം തലയിലുണ്ടായി. എന്താ ചോണ, ചില സ്ഥലങ്ങളിൽ വേറെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ വന്നിട്ട് തലയുടെ ഈ ഒരു ഭാഗത്ത് ബാക്കിലായിട്ട് റൗണ്ടിൽ വന്ന് ചെറിയെന്നൊക്കെ പറയും ചിലവർ. പക്ഷെ അല്ല, ചുണങ്ങാണ് വന്ന ഗൈസ്. അത് വന്നാൽ എവിടെയാണോ വന്ന് അത്രയും മുടി അടന്നു പോയി. അങ്ങനെ അത് വന്ന് മുടി പോയി, പിന്നെ മുടി മുളച്ച് ഏകദേശം ഇത്രയൊക്കെ ലെങ്ത്തിൽ അവിടെ മാത്രം മുടി വന്നു. ബാക്കിയൊക്കെ ഓൾറെഡി ഉള്ള ലെങ്ത്ത് നീണ്ടു പോയിട്ടുണ്ട്. പിന്നെ ഓരോ വെളിച്ചെണ്ണ തേച്ച് ആയുർവേദം കാണിച്ചെല്ലാം കൂടെ മരുന്ന്, ഗുളിക, പൊടി, അത് ഇത് കഷായമൊക്കെ പറഞ്ഞ് എല്ലാം വെച്ച് മുടി നീണ്ട് കുട്ടപ്പിയായി. അപ്പം പിന്നെ ഈ ഒരു മുടി കൊഴിച്ചിൽ ആ ചുണങ്ങ് പോയ ശേഷം താരം വന്നു. ഈ പൊടിപൊടിയായിട്ടുള്ള സംഭവമില്ല, അത് വന്ന് എല്ലാം കൂടെ മുടി പോയി, മൊത്തം പൊട്ടിപ്പോയ അവസ്ഥ. പിന്നെ മറ്റേ ഒരു ആൽസ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്ത് കുറച്ചും കൂടി വളർച്ച വരുത്തി, വീണ്ടും അത് നിർത്തി, എല്ലാം കൂടെ. പിന്നെ ചില വീഡിയോസിൽ കണ്ടു ഡെയിലി കുളിക്കാൻ പാടില്ല, അതായത് ഡെയിലി തല കുളിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ ആ റുട്ടീനായി എനിക്ക് പറ്റുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ ഡെയിലി റുട്ടീൻ യൂസ് ചെയ്തു. അതായത് ഡെയിലി തല കുളിക്കാണ്ട് ഒരു ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ഞാൻ തലമുടി കുളിക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ കുളിച്ച് എൻ്റെ മുടി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷേ കേളി ഹെയർ ആയിട്ടല്ല ഉള്ളത്, ഒരു ഫ്രിസി. എങ്ങനെയാണ് വേവി ഹെയർസ് ഉണ്ടാവുക അതുപോലെയുള്ളൊരു മുടി ആയിരുന്നു എനിക്ക് വന്നത്. അധികം കേളിയല്ല, പക്ഷെ അത് ആ ഫ്രിസി ഹെയർ കെട്ടിവെച്ചാൽ എനിക്ക് തോന്നുന്നു 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് കേളിയായിട്ട് മാറും. അതായത് കൊട്ടിയായിട്ട് പിന്നെ ബൊക്ക പോലെ മാറി നിൽക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഹെയർ ആയിരുന്നു. അപ്പോൾ ഈയിടെയാണ് എൻ്റെ കസിൻ സിസ്റ്റർ, സെയിം ഹെയർ ആണ്, ബട്ട് ഇത്ര കേളിയല്ല എന്ന് മാത്രം. അപ്പം അവളൊരു ക്രീം, അതായത് കേളപ്പിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അവർക്ക് യൂസ്ഫുള്ളാണ്. ബട്ട് അതായത് കേളി ഹെയർ ആണല്ലോ, പക്ഷേ ആ പ്രൊഡക്ട്സിൻ്റെ അത്ര പോലും, അതായത് ആ പ്രൊഡക്ട്സിൻ്റെ വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ അത്ര പോലും അവർക്ക് കേളി ആവുന്നില്ല. അതുകൊണ്ട് അവൾ എനിക്ക് സജസ്റ്റ് ചെയ്തു ആ കളപ്പിൻ്റെ കളപ്പിൻ്റെ പ്രൊഡക്ട്സ്. അപ്പോൾ ഞാനത് നിങ്ങളോട് പറയാണ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ മോയ്സ്ചറൈസിങ് ഷാമ്പു. കണ്ടോ, കേളി ഹെയർ ഒക്കെ ഉണ്ട് ഗായ്സ്. അപ്പോൾ അതെനിക്ക് ഞാൻ അത് യൂസ് ചെയ്തു, ബട്ട് കുഴപ്പമൊന്നുമില്ല. കളപ്പിൻ്റെ അല്ലേ, കേളി ഹെയർസിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ അങ്ങ് യൂസ് ചെയ്തു. ദെൻ പിന്നെ ഉള്ളത് കളപ്പിൻ്റെ കേൾ ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണർ. ഇതും ഈ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ്, എന്നിട്ട് തലമുടി കഴുകി കളയുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കേളിൻ്റെ ഡിഫൈനിങ് ക്രീം. ഇത് എനിക്ക് മറ്റ് രണ്ട് ഇതിനെ പ്രൊഡക്ട്സിനെക്കാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് എവിടെയാണോ മുടിയുടെ ഭാഗത്തോട് വെച്ച് അവിടെ കേളായിപ്പോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞ പാട് ചെയ്യേണ്ട സംഭവമാണ് കേൾ ഡിഫൈനിങ് ഹെയർ ജെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മുടി താഴോട്ട് ചെയ്യുന്നില്ല, ആ താഴോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരിക്കലും കേളായിട്ട് വരില്ല. അപ്പോൾ ഇത് ഈ ഒരു ജെല്ല് യൂസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കൊടുക്കും, ഇങ്ങനെ കസ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പല വീഡിയോസിൽ കാണുന്നത്, അതായത് പേളിമാണി, അതുപോലെ തന്നെ അതായത് പേൾ ചേച്ചി, അതുപോലെ ട്വിങ്കിൾ ശീതൾ എന്ന് പറഞ്ഞ ആ ഒരു ആക്ട്രസ്സില്ല, അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോ വീഡിയോസ് എന്ന് പറയുന്നത് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഹെയറാണ്. പക്ഷെ എന്താവുന്നല്ല, എൻ്റെ ഫ്രിസി ഹെയർ പോലെ തന്നെ ഒരു ചുവപ്പ് കലർന്ന ഒരു, അതായത് എന്താ പറയുക, നമ്മൾ കളറൊക്കെ അടിച്ചാൽ എങ്ങനെ ഹെയർ ഉണ്ടാവുക, ആ ഒരു ടൈപ്പ് ഓഫ് ഹെയറാണ് എൻ്റെത്. അപ്പോൾ പക്ക ബ്ലാക്ക് അല്ല എന്ന് മാത്രം. അപ്പം ഞാൻ ചെയ്തു, ഞാൻ അതുപോലെ തന്നെ അവർ ചെയ്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത്. ഇതിൽ തന്നെ കണ്ടോ, കാണുന്നുണ്ടോ, സ്റ്റെപ്പ് 2 എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ല. ഓരോ പ്രൊഡക്ട്സിൻ്റെ മേലെയും ഏത് സ്റ്റെപ്പാണ്, ഏത് കഴിഞ്ഞിട്ടാണ് ഏത് എന്നുള്ളതും എഴുതി കാണിക്കുന്നുണ്ട്. ഹൗ ടു യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇത് കേൾ ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണറിൽ പറയുന്നത് ആഫ്റ്റർ ഷാംപൂയിങ് അപ്ലൈ കണ്ടീഷൻ ജനറൽസ്ലി വർക്കിംഗ് ത്രൂ ദ എൻഡ്സ്. മറ്റേത് കഴിഞ്ഞ ശേഷം യൂസ് ചെയ്യുന്ന ഒരു സാധനം, അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വീഡിയോസിലുണ്ട്. എന്നാലും ഇതൊരു പൊന്നിൻ്റെ ഗൈസ്. അപ്പോൾ പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഹെയർ, അതായത് വെറ്റ് ഹെയറിലാണ് ഇത് ചെയ്യാമെന്ന് പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പേളി ചേച്ചിയുടെ വീഡിയോസിലാണെങ്കിലും അവരതന്നെയാണ് പറയുന്നത്, ട്വിങ്കിൾ ചേച്ചി അവരുടെ വീഡിയോസിൽ അതാണ് പറയുന്നത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഡ്രൈ ഹെയറിൽ ചെയ്യുന്നത്. കാരണം വെറ്റ് ഹെയറിൽ ചെയ്യുമ്പോൾ പക്ക, അതായത് കേരി, അതായത് എൻ്റെ ഇപ്പോൾ മുടി ഇപ്പോൾ ഇത്ര ലെങ്ത്തെങ്കിലും നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ വെറ്റ് ഹെയറിൽ ചെയ്താൽ ഇത്ര ലെങ്ത് ഉണ്ടാവും, ഇത്ര ഉണ്ടാവും, അപ്പോൾ എനിക്ക് വലിയ സങ്കടം പോലെ അത് ചെയ്യുന്നപ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ നമുക്ക് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യണ്ട. ഇപ്പം കുറച്ച് മുമ്പ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുടിയിൽ ചെയ്തിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോയിൽ കാണിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ വേറെ ദിവസം ഇത് ചെയ്യുന്ന വീഡിയോസ് കാണിച്ചു തരാം. അപ്പം ഞാനിതിന് ആകെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേൾ ഡിഫൈനിങ് ക്രീമും ജെല്ലും. അതാണ് ഞാൻ ഈ മുടിയിൽ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് നല്ല ഹെയർ കിട്ടി ഗൈസ്. കഴിഞ്ഞ ദിവസം പശു നക്കിയ പോലെ ഉണ്ടായിരുന്നു, അതായത് കയറിപ്പോയി നല്ലൊരു ഒരു കട്ടിയില്ല. എനിക്കൊന്നും, അതായത് നല്ല ഡ്രൈ ആയാൽ അടിപൊളി ഹെയർ ആയിരുന്നു. പക്ഷെ എൻ്റെ ഹെയറിന് അത് ഞാൻ കണ്ടിട്ടില്ല. സോ ഇത് അതായത് തിക്നെസ് ആയിട്ടുള്ള കേളി ഹെയർസ് അല്ലെ, അതുപോലെ തന്നെ ലെങ്തി ആൻഡ് തിക്നെസ് ആയിട്ടുള്ള കേളി ഹെയർസ് ഉള്ള ആളുകൾക്ക് ഞാൻ ഈ കേളപ്പിൻ്റെ ക്രീം സജസ്റ്റ് ചെയ്യുന്നു. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുക, നല്ല പ്രൊഡക്ട്സ് ആണ്. ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും സാധാരണ എനിക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. ഒന്നാമത് ഈ സ്മെല്ലിൻ്റെ കാര്യത്തിൽ
ഈ ഊതിന് അത്രയൊക്കെ ഇല്ല. അതുപോലെയുള്ള സ്മെല്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ഈ പ്രൊഡക്ട്സ് പക്ക ഡീസൻറ്റ്, ഓക്കെ, ഒരു കുഴപ്പമില്ല, നല്ല പ്രൊഡക്ട്സാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ എല്ലാവരും വാങ്ങിക്കുക. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഓഫർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഓരോന്നിനും പല റേറ്റാണ്. അപ്പോൾ ഓഫറിനനുസരിച്ചിട്ട് മാറ്റം വരും ഗൈസ്. അപ്പം എനിക്കെൻ്റെ ഹെയർ നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. നനച്ച, അതായത് വെറ്റ് ഹെയറിൽ ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡ്രൈ ഹെയറിൽ ചെയ്യുന്നതാണ്. തിക്നെസ് ആയിട്ടുള്ള ലെങ്തി ഹെയർസ് ഒക്കെ ഉള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് പേളി ചേച്ചിയൊക്കെ ചെയ്യുന്ന പോലെ വെറ്റിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യുന്നു. കേൾ ഡിഫൈനിങ് ക്രീം എവിടെയാണോ മുടി തൊടുകയെന്ന് വെച്ചാൽ അവിടെ അപ്പടി എന്ത് ചെയ്യും, കേളപ്പായിരിക്കും. സോറി, കേളപ്പ് പറയുന്നത് അങ്ങനല്ലേ, കേളായിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പദം എന്നെനിക്ക് തോന്നുന്നു. സോ ഐ വൈൻഡ് അപ്പ് മൈ വ്ലോഗ്. അപ്പോൾ ഞാൻ നിർത്താണ് ഇവിടെ. ഞാനൊരു ഷോർട്സ് ഇട്ട് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വന്നതിന് ശേഷം ഈ വ്ലോഗ് വരിക. സോ എന്തായാലും കാണാത്തവർ ആ വീഡിയോ കൂടെ കാണാം. അതായത് അതിൽ ക്രീമിനെ പറ്റിയല്ല, ഞാനൊരു ഷർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സോറി ഗായ്സ്, ഷർട്ടല്ല, ഷർട്ടിൽ നിന്നൊരു ടോപ്പ്. കുറേ കാലം വിചാരിക്കണം. അപ്പം ഞാൻ ചെയ്യാനിരിക്കുന്നു. ഇതാണ് കളർ ഇതെന്നല്ല, ഞാൻ ഡൈ ചെയ്ത. പിന്നെന്ന് പറയുന്നത് ജീൻസ് ഞാൻ പണി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ജീൻസ് രണ്ടും ബ്രദറിൻ്റെയാണ് ഗൈസ്. അപ്പം നമ്മളത് ചെയ്യാൻ പോകുന്നു. അതും ഇത് ഷോർട്സിൽ മാത്രമേ വരും, സ്റ്റിച്ചിങ് വീഡിയോസ് ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു പിക്ക് കാണിക്കും. അപ്പോൾ ബൈ ഗൈസ്, ആൻഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ. ഓക്കെ, ബൈ.